ഒരേ സ്ഥലത്ത് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന, മദ്രസയിൽ പഠിച്ചിരിക്കുന്ന രണ്ടാളുകൾ. അവരെങ്ങനെ പഠിച്ച് വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഗ്രിയൊക്കെ ആയി. അവര് സ്ഥലം മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ജോലി കിട്ടി. ഒരാൾ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ ആയിട്ട് ജോലിയായിട്ട് പോയി, ഒരാൾ നാട്ടിൽ ഉദ്യോഗസ്ഥനായി. ഒരു 10-40 വർഷത്തെ ജോലി കഴിഞ്ഞ് ഇപ്പൊ റിട്ടയറായി. പിന്നെ രണ്ടാളും കണ്ടിട്ടില്ല. പറ്റ പ്രായമായി, 60-ന് മുകളിലായി, ക്ഷീണിതരായി. രണ്ടാളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ മറ്റേയാളെ കണ്ടു. അല്ല, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പരിചയപ്പെട്ട് നോക്കുമ്പോൾ അന്ന് മദ്രസയിൽ പഠിച്ച് ഒരുമിച്ച് മൗലിദ് ഓതി, ഒരുമിച്ച് ജമാഅത്ത് നിസ്കരിച്ച്, ഒരുമിച്ച് ഹജ്ജാദൊക്കെ ചെയ്യുന്ന ആളാ. ഇപ്പൊ അദ്ദേഹം ആ അവസ്ഥയിൽ രോഗശൈലി ഇങ്ങനെ കടക്കുമ്പോ പരിചയപ്പെട്ടപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു ഉദ്യോഗമൊക്കെ കിട്ടിയതിന്റെ ശേഷം ഞാൻ സുന്നിയൊക്കെ വിട്ട് പിന്നെ മുജാഹിദായി. ഇപ്പൊ ഞാൻ വഹാബിന്റെ അതിലാണ് ഉള്ളത്. പിന്നെ ഇപ്പൊ മരിക്കാനായില്ലേ, സമ്പാദ്യമൊന്നുമില്ല, മരിക്കാനായി. ഇനിയിപ്പോ എന്താണ് അള്ളാന്റെ അടുത്ത് ചെല്ലുമെന്നുള്ള സ്ഥിതി അറിയില്ല. അപ്പൊ സുന്നിയായ സഹോദരൻ പറഞ്ഞു, ഞാനും നീയൊക്കെ മരിക്കാനായി, പക്ഷെ എനിക്കൊരു സമാധാനമുണ്ട്. എന്ത്? നമ്മൾ രണ്ടാളും അന്ന് പോയിരുന്നല്ലോ ആ നിസ്കാരത്തിന്. ഞാൻ ഇപ്പോഴും ആ നിസ്കാരത്തിന് പള്ളിയിൽ പോകും. ഓരോ നിസ്കാരത്തിന് ശേഷം നമ്മളെ പള്ളിക്കല ഉസ്താദ് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം, അങ്ങനെ 5 നേരം 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്ന കാലത്ത് ചെല്ലുന്ന ഒരു ഹദ്ദാദ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 50. ഞാൻ എന്റെ ജീവിതത്തിൽ 40 കൊല്ലമായി ഓരോ ദിവസവും തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചു, തൗഹീദിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ദിവസവും ഞാൻ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എന്റെ 40 കൊല്ലവും ലാ ഇലാഹ ഇല്ലല്ലാഹ് 100. അങ്ങനെ ഒരു തൗഹീദിന്റെ സമ്പാദ്യം എനിക്കുണ്ട്, അൽഹംദുലില്ലാഹ്. ഞാൻ ആ ഉസ്താദിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് ദിവസവും 165, 40 കൊല്ലമായിട്ട് അങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു തൗഹീദ് എനിക്കുണ്ട്, അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു തൗഹീദ് എനിക്കുണ്ട്, അല്ലാഹു അക്ബർ അങ്ങനെ ഒരു തൗഹീദ് എനിക്കുണ്ട്. അല്ലാഹു റബ്ബി, ഞാൻ ആ സുന്നത്ത് ജമാഅത്തിന് നിന്നതുകൊണ്ട് എനിക്ക് അത്ര ബേജാറും വിഷയങ്ങളും അധികമല്ല. എന്തുകൊണ്ട്? ഞാൻ എല്ലാ ദിവസവും ആ സൂറത്തുൽ ഫാത്തിഹ, ആ ഹദ്ദാദിന്റെ തുടക്കത്തിൽ വന്ന ഫാത്തിഹ ഉണ്ടല്ലോ, ആ ഫാത്തിഹ 40 കൊല്ലം തുടർച്ചയായി ഓതുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ ഫുത്തിഹത്ത് ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ കൊണ്ട് ആരുടെ നാവ് ഫതഹായോ അവന് നരകവാതിൽ അടക്കപ്പെടും. അപ്പൊ ഞാൻ ഈ സുന്നിയായി ജീവിച്ചതുകൊണ്ട് എല്ലാ ദിവസവും ഹദ്ദാദിന് ഒരു ഫാത്തിഹ, എല്ലാ ദിവസവും മരിച്ചോടത്ത് വരക്കാമ്പോൾ അവിടെ ഒരു ഫാത്തിഹ, നമ്മൾ ഉസ്താദുമാര് കച്ചവടം തുടങ്ങിയ ഒരു ഫാത്തിഹ, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 ഫാത്തിഹെങ്കിലും ഞാൻ ഇങ്ങനെ ഓതും. പിന്നെ നിസ്കാരത്തിൽ 17 ഫാത്തിഹ, സുന്നത്ത് നിസ്കാരത്തിൽ 17 ഫാത്തിഹ, ദിവസം ഒരു 100 ഫാത്തിഹെങ്കിലും ഞാനിങ്ങനെ ഓതും. 100 ഫാത്തിഹ ദിവസം പതിവാക്കിയിട്ട് അത് 40 കൊല്ലം മുടങ്ങാതെ ഫാത്തിഹ. എനിക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഫുത്തിഹത്ത് ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ കൊണ്ട് ആരുടെ നാവ് ഫതഹായോ അല്ലാഹു തആല നരകവാതിൽ അവൻ നേരെ അടക്കപ്പെടും. അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഹദ്ദാദിൽ ദിവസവും തുടങ്ങുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആ ആയത്തുൽ കുർസി കൊണ്ടാണ്. ഞാൻ ഉസ്താദുമാരെ പഠിപ്പിച്ചതനുസരിച്ച് ആ സുന്നി വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ ബാങ്കിന് ശേഷം 5 ബാങ്കിന് ശേഷം ആയത്തുൽ കുർസി, 5 നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി, അതേപോലെ തന്നെ ഹദ്ദാദിനൊരു ആയത്തുൽ കുർസി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി, 12 ആയത്തുൽ കുർസി ഓതാത്ത ഒരു ദിവസം 40 കൊല്ലത്തിനടുത്ത് എനിക്കില്ല. ഞാൻ 40 കൊല്ലം സർവീസിൽ നിന്നു. ആ സർവീസിൽ നിൽക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇതൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിച്ചു. കാരണം ഉദ്യോഗം കൃത്യമാണ്, ശമ്പളം കൃത്യമാണ്, മറ്റുള്ളതൊക്കെ കൃത്യമാണ്. ഞാൻ എന്റെ ആഖിറവും കൃത്യമാക്കിയിട്ടുണ്ട്. 40 കൊല്ലം ഇതൊക്കെ ഞാൻ കേട്ടിട്ട് കിടക്കണ വഹാബി കണ്ണിൽ നിന്ന് വെള്ളനീർ ഒഴിച്ചിട്ട് വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്നും പറഞ്ഞ് കിടക്കല്ലാതെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്ക്, ഈ മതം മാറ്റം, ഇസം മാറ്റം, ആശയമാറ്റം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നല്ലപോലെ ഉണരണം. എനിക്കെന്താണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്? എനിക്കെന്താണ് സുന്നത്ത് ജമാഅത്ത് സമ്പാദിച്ചു തരുന്നത്? അദ്ദേഹം ആചാരമായി തുടരാൻ തുടങ്ങി. ഞാൻ ആ ഹദ്ദാദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. ഞാൻ തൗഹീദാണ് ഉറപ്പിച്ചത്. ആ സുന്നി പറയാണ്, ഞാൻ തൗഹീദാണ് ഉറപ്പിച്ചത്. ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ തൗഹീദാണ് ഉറപ്പിച്ചത്. ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അത് 3 പ്രാവശ്യം ദിവസം ചൊല്ലും. അങ്ങനെ 40 കൊല്ലമായി തുടർച്ചയായി 3 പ്രാവശ്യം. അല്ലാഹ് മരിക്കുന്നത് ബേജാറ് തന്നെയാണെങ്കിലും
ഞാൻ 7 പ്രാവശ്യം ദിവസം എന്റെ അള്ളാഹുവിനോട് തൗഹീദിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഉസ്താദുമാരെ പുറകിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. പടച്ചോനെ, ഇതൊക്കെ കളിയും ചിരിയും കഴിഞ്ഞു പോകും, ഇതൊക്കെ സുഖദുഃഖം കഴിഞ്ഞു പോകും, ഇതൊക്കെ ക്ഷാമക്ഷേമം കഴിഞ്ഞു പോകും, ഇതൊക്കെ രോഗാരോഗ്യം കഴിഞ്ഞു പോകും. ഒരു സമയത്ത് മരിക്കണല്ലോ. അപ്പൊ റബ്ബേ, നിന്നെ കണ്ട് മരിക്കാൻ, നിന്നെ വിശ്വസിച്ച് മരിക്കാൻ, നാളെ നിന്റെ ഖബറാകുന്ന ബർസഖി രോഗത്തേക്ക് വരുമ്പോൾ നിന്റെ സഹായം കിട്ടാൻ അമിത്നി അലാ ദീനിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞല്ലോ, റബ്ബേ, എനിക്ക് നീ അധികാരം തന്നിട്ടുണ്ട്, പാണ്ഡിത്യം നൽകിയിട്ടുണ്ട്, അപൂർവ ജ്ഞാനം നൽകിയിട്ടുണ്ട്, പക്ഷെ ഞാൻ തൃപ്തനല്ല, എനിക്ക് തൃപ്തിയാകണോ? തവഫനി മുസ്ലിമാ. അതിന്റെ ഒരു പ്രഖ്യാപനം ഞാൻ എല്ലാ ദിവസവും യാദൽ ജലാലി വൽ ഇക്റാം നമ്മൾ രണ്ടാളും ചെല്ലിയത് എനിക്ക് ഓർമ്മയില്ലേ? ഹദ്ദാദില് ഇപ്പൊ ജയിച്ചു. ഞാൻ 40 കൊല്ലായിട്ട് ചെല്ലിയിട്ടില്ല, ഞാൻ 45 കൊല്ലായിട്ട് ചെല്ലിയിട്ടില്ല. എന്നാൽ എന്റെ 40 കൊല്ലത്തിന് ഓരോ ദിവസവും 7 പ്രാവശ്യം യാദൽ ജലാലി വൽ ഇക്റാം. ഒരു സുന്നി, ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസി, ഒരു സമസ്തയുടെ കൂടെ നിന്ന വിശ്വാസി, ഒരു AP ഉസ്താദിന്റെ കൂടെ നിന്ന വിശ്വാസി, ഒരു മമ്പറം തങ്ങളെ കൂടെ നിന്ന വിശ്വാസി, ഒരു ബദരീങ്ങളെ കൂടെ നിന്ന വിശ്വാസി, ഒരു മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കൂടെ നിന്ന വിശ്വാസി, അയാൾ മരിക്കുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് എത്ര യാദൽ ജലാലി വൽ ഇക്റാം. മരിക്കാൻ അടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സമാധാനിച്ച് കിടക്കുകയാണ്. അദ്ദേഹം വീണ്ടും തുടർന്നു. മറ്റേ ആളെങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ, എനിക്കറിയോ, ഞാൻ എല്ലാ ദിവസവും തൗബ ചെയ്യും, എല്ലാ ദിവസവും ഞാൻ തൗബ ചെയ്യും. അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ചാൽ ഏറ്റവും പ്രധാനല്ലേ തൗബ. നമ്മളിത് തെറ്റും കുറ്റമൊക്കെ വരും, പല പാകപ്പഴുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ ഞാൻ ദിവസം 4 പ്രാവശ്യം തൗബ ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും 4 പ്രാവശ്യം തൗബ ചെയ്യും. അതെന്താ? ആ ഹദ്ദാദിന്റെ ദിക്റിന്റെ അവസാനത്തെ ദിക്ർ തൗബയാണ്. അത് മാത്രമാണ് 4 പ്രാവശ്യം ഹദ്ദാദിനുള്ളത്. ബാക്കിയൊക്കെ 3 അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. എന്താ 4 പ്രാവശ്യം ചൊല്ലാൻ കാരണം? മനുഷ്യന്റെ ജീവിതത്തിന് 4 അവസ്ഥയാണ്. ഒന്നിരിക്കൽ നാം പകലാണ്, അല്ലെങ്കിൽ രാത്രിയാണ്, അല്ലെങ്കിൽ രഹസ്യത്തിലാണ്, അല്ലെങ്കിൽ പരസ്യത്തിലാണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. പകൽ ചെയ്തതിന് തൗബ നീ സ്വീകരിക്കണേ, തെറ്റ് പറ്റിയിട്ടുണ്ട് റബ്ബേ. രാത്രി സംഭവിച്ച തെറ്റ് നീ തൗബ സ്വീകരിക്കണേ റബ്ബേ. രഹസ്യമായി സംഭവിച്ചത് നീ മാപ്പാക്കണേ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. പരസ്യമായി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പകൽ ചെയ്തത്, രാത്രി ചെയ്തത്, അതാത് ദിവസം ഞാൻ അള്ളാഹിനോട് 4 പ്രാവശ്യം തൗബ ചെയ്യാതെ 40 കൊല്ലത്തിനടക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സമാധാനം എനിക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തുണ്ട്. ഇതിങ്ങനെ ഊതല്ലാതെ മറ്റൊരു വേറെ വല്ല മരുന്നുണ്ടോ? ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം പറയാൻ തുടങ്ങി, നമ്മുടെ പരിസരത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ മരിച്ചപ്പോ ആ മരിച്ച വീട്ടിൽ ഞാൻ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ കൂടിയവരൊക്കെ തൗഹീദ് ഉറപ്പിക്കാൻ. അപ്പൊ ഞാനും അതിൽ കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ചൊല്ലി ഞാൻ എന്റെ തൗഹീദ് ഉറപ്പിച്ചു. 70,000 ചൊല്ലിയിട്ട് ഞാൻ എന്റെ തൗഹീദ് ഉറപ്പിച്ചു. മരിച്ചുപോയ ആളുകളെ തൗഹീദ് ഉറപ്പിച്ചു. അല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്ന് കാവലാണ്. എന്റെ നാട്ടിൽ ഈ 40 കൊല്ലത്തിനടക്കം മരിച്ച എല്ലാ സുന്നി വീട്ടിലും ഞങ്ങൾ 70,000 ചൊല്ലിയപ്പോൾ ഞാനതിലൊരു അംഗമാണ്. എനിക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബേജാറുണ്ടെങ്കിലും സമാധാനമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സുന്നിയായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. സുന്നിയായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. ഞാനിത് മത്സരത്തിന്റെ പേരിൽ, കോലാഹലത്തിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നതല്ല. അബദ്ധജടിലങ്ങളായ വാദങ്ങളെ കൊണ്ട് എക്കാലത്തും മുസ്ലിംകളെ കെട്ടിയിടാമെന്ന് വിദഅ പ്രസ്ഥാനക്കാർ വിചാരിക്കണ്ട. നിങ്ങളുടേത് വളരെ പൊള്ളയായ വാദമാണ്.